സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹാനായ നേതാവ്. പണ്ഡിതരാണ്, സമസ്തയുടെ കേന്ദ്ര മുഷാവറംഗമാണ്. ഒരവസരമതാ പ്രായമേറിയ സമയത്ത് തന്റെ വീട്ടിൽ വീണിട്ട് കാല് പൊട്ടുകയാണ്. കാലിന് പരിക്ക് പറ്റി, ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ ഇത് കാണാം. മഹാനരുടെ കാലിലേക്ക് സ്റ്റീൽ ഫിറ്റ് ചെയ്യുകയാണ്, ഓപ്പറേഷൻ നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്റ്റീലിട്ട കാലുമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനരറിയാതെ അകസ്മാത്തായിട്ട് മഹാനരുടെ ആ സ്റ്റീൽ വെക്കപ്പെട്ട കാലില് വെച്ച സ്ഥലത്ത് നിന്ന് ജാറിയിട്ട് താഴെ വീണപ്പോ സ്റ്റീല് പുറത്തു വന്നു. മഹാനർക്ക് വേദനിച്ചു, വല്ലാണ്ട് കരയുകയാണ്. പ്രായമേറിയ ആ മനുഷ്യനെങ്ങനെ കരയുന്നു. ക്ഷീണിതരാണ്, അവശരാണ്. വലിയ ശബ്ദത്തിൽ സലാം പറയുന്ന മഹാൻ, വലിയ ശബ്ദത്തിൽ സലാം മടക്കുന്ന മഹാൻ, വലിയ ശബ്ദത്തിൽ ദുആരക്കുന്ന മഹാൻ, ഉച്ചത്തിൽ സംസാരിക്കുന്ന മഹാൻ. ആശുപത്രി കിടക്കുകയിൽ അവിടുന്ന് ശബ്ദം വലിയ ഉഷാറൊന്നും പോരായെങ്കിലും അത്യാവശ്യം മിണ്ടുന്നതും സംസാരിക്കുന്നതും കേൾക്കാം. വേദനിച്ച സമയത്ത് മഹാനും രണ്ട് കയ്യും നീട്ടിയിട്ട് മേലായ റബ്ബിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് എന്തോ പറഞ്ഞിട്ടതാ കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, കൂടെയുള്ളവർ, അവിടെയുള്ള ഡോക്ടർമാർ, പ്രസ്ഥാന ബന്ധുക്കള്, കുടുംബക്കാർ, എന്താണ് ഉസ്താദ് കരയുന്നത്, എന്താണ് പറഞ്ഞിട്ട് ദുആരക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്ത് വന്നിട്ടൊന്ന് ശ്രദ്ധിച്ചപ്പോ മഹാനായ ശൈഖുനാ ഉസ്താദ് എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ മഹാനായ നേതാവ്, ഞങ്ങളെ വഴികാട്ടിയായി ജീവിച്ച് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആ നല്ല മഹാന് മേലായ റബ്ബിലേക്ക് കൈനീട്ടി ദുആരന്നിട്ട് കരയുന്നത് എന്തറിയോ, റബ്ബിനോട് പറയുന്നത് എന്തറിയോ, ഇവിടെ ഞാൻ നൊമ്പലവും സഹിച്ചോളാം, ഏത് വേദനയും ഞാൻ സഹിച്ചോളാം. ഞാൻ കരയുന്നത് കാലിന്റെ നൊമ്പലം ഓർത്തിട്ടല്ല, ആ നൊമ്പലം എനിക്കൊരു നൊമ്പലമേ അല്ല, ആ വേദന എനിക്കൊരു വേദനയേ അല്ല. ഞാനത് സഹിച്ചോളാ. എന്നെ നീ എത്ര വേദനിപ്പിക്കുന്നുവെങ്കിലും ഇവിടെ വേദനിപ്പിക്കണേ തമ്പുരാനെ. ആരാരുമില്ലാത്ത പരലോകത്ത് നീ എന്നെ വേദനിപ്പിക്കല്ലേ. മഹാനായ ശൈഖുനാ മുസ്ലിയാർ പറഞ്ഞിട്ട് കരഞ്ഞു ദുആരുന്നുവെങ്കിൽ സഹോദരാ പഠിക്കണം അവരെ.